പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, കരുണയുടെ അസാധാരണ വിശുദ്ധ വർഷം പ്രമാണിച്ച് ഏലയോസ് എന്ന പേരിൽ ശാലോം പ്രക്ഷേപണം ചെയ്യുന്ന പ്രത്യേക പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ ആദ്യം പരിചയപ്പെടുത്താം. ഇത് ബഹുമാനപ്പെട്ട ജോസഫ് പാംപ്ലാനി അച്ഛൻ, ബൈബിളിൽ ഡോക്ടറേറ്റുള്ള അച്ഛൻ, അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതനും വാഗ്മിയും ധ്യാനഗുരുവുമാണ്. പ്രിയപ്പെട്ട പാംപ്ലാനി അച്ഛന് സ്വാഗതം. അടുത്തത് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, കോഴിക്കോട് ദേവഗിരി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ കഴിഞ്ഞ 29 വർഷമായിട്ട് ഫിസിക്സ് അധ്യാപകനാണ്. താമരശ്ശേരി രൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയാണ്. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനറാണ്. പഠനത്തോടൊപ്പം വൈവിധ്യമാർന്ന ഇതര ശുശ്രൂഷകളിലും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ചാക്കോ സാറ്. സാറിനെ കൃത്യമായിട്ട് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് നമ്മൾ ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നേടിയെടുക്കാനുള്ള വഴികളെക്കുറിച്ചുമാണ്. കരുണയുടെ വർഷത്തിലെ രണ്ടാമത്തെ പ്രധാന കാര്യമായിട്ട് മാർപ്പാപ്പ പറഞ്ഞതും സഭ നമ്മുടെ മുമ്പിൽ വെച്ചതുമായ കാര്യം ഇതാണ്: നമ്മൾ മറ്റുള്ളവരോട് കൂടുതൽ കരുണ കാണിക്കുക. അപ്പം കരുണ നേടുവാനും കരുണ കാണിക്കുവാനുമുള്ള അസാധാരണ വിശുദ്ധ വർഷമാണിത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരോട് കൂടുതൽ കരുണ കാണിക്കേണ്ടതിനെ പറ്റിയാണ്. കരുണയുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, കാരുണ്യ പ്രവൃത്തികൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കരുണ അർഹിക്കുന്നവരോട് കൂടുതൽ കരുണ കാണിക്കണം. കത്തോലിക്ക സഭ 14 കാരുണ്യ പ്രവൃത്തികളാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതിൽ 7 ശാരീരികമായിട്ട ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളത്, 7 ആത്മീയമായിട്ടുള്ളത്. ഒരുപക്ഷേ ഇതിൽ പല കാരുണ്യ പ്രവൃത്തികളും നമ്മളിൽ പലരും ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈ കാരുണ്യ പ്രവൃത്തിയുടെ ലിസ്റ്റിൽ പെടുന്നുണ്ടെന്നോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. മറ്റു ചിലർക്ക് ഒരുപക്ഷെ ഇങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ഉണ്ട് എന്നതും അറിഞ്ഞുകൂടായിരിക്കാം. സഭ നിർദ്ദേശിക്കുന്ന ശാരീരികമായ കാരുണ്യ പ്രവൃത്തികൾ 7 1. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക. 2. ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ നൽകുക. 3. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുക. 4. പാർപ്പിടം ഇല്ലാത്തവർക്ക് പാർപ്പിടം നൽകുക. 5. രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുക. 6. അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുക. 7. മരിച്ചവരെ അടക്കുക. ഈ ശാരീരികമായ കാരുണ്യ പ്രവൃത്തികളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാരുണ്യ പ്രവൃത്തി ഇതാണ്: വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക. നമ്മളതിൻ്റെ ഇന്നത്തെ ചില പ്രാധാന്യത്തെപ്പറ്റി, പ്രസക്തിയെപ്പറ്റി, അതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. ജോസഫ് അച്ഛാ, ഒരു വശത്ത് നമ്മൾ സമൃദ്ധി കാണുന്നു, അഫ്ലുവൻസ് എന്നൊക്കെ പറയും. മറുവശത്ത് ദാരിദ്ര്യവും ഉണ്ട്. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു വശത്ത് സമൃദ്ധിയുണ്ട്, മറുവശത്ത് ദാരിദ്ര്യമുണ്ട്. ഈ 2 പ്രതിഭാസങ്ങളും കൂടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിക്കുന്നത്. ആഗോളതലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ കാണുന്ന ഒരു കാര്യം, ലോകത്തിൽ ഭക്ഷണത്തിൻ്റെ ലഭ്യതയേക്കാൾ കൂടുതലാണ് ഭക്ഷണത്തിൻ്റെ ആവശ്യം. തന്നെയുമല്ല, പല കാരണങ്ങളാൽ കൃഷിഭൂമി ചുരുങ്ങുന്നു, കാലാവസ്ഥ മാറുന്നു, കൃഷിയോടുള്ള താല്പര്യം കുറയുന്നു, പ്രകൃതി ദുരന്തങ്ങൾ, മറ്റ് പല കാരണങ്ങൾ കൃഷി നശിക്കുന്നു. പല സാഹചര്യങ്ങളിൽ
ഭക്ഷ്യ ഉൽപ്പാദനം ഒരു വശത്ത് കുറയുന്നുണ്ട്, മറുവശത്ത് കൂട്ടാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എങ്കിലും ലോകത്തിലും നമ്മൾ ജീവിക്കുന്ന നാട്ടിലുമൊക്കെ ഭക്ഷണമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അതിനകത്ത് സത്യമുണ്ട്? തീർച്ചയായും ദാരിദ്ര്യം ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ഭാരതത്തിൽ മാത്രമല്ല, വികസിത രാജ്യങ്ങളിൽ പോലും ഒരുപാട് മനുഷ്യർ അക്ഷരാർത്ഥത്തിൽ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമായ വസ്തുതയാണ്. അതായത് ഭക്ഷ്യോൽപാദനത്തിൻ്റെ കുറവ് എന്നുള്ളതിനേക്കാൾ ഉപരി ഭക്ഷ്യവിതരണത്തിലെ വീഴ്ച. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഗോഡൗണുകളിൽ, FCIയുടെ ഗോഡൗണുകളിൽ എത്രയോ നൂറുകണക്കിന് ടൺ അരിയും ഗോതമ്പും പുഴുപിടിച്ച് ഉപയോഗശൂന്യമായി നശിക്കുമ്പോഴാണ് ഈ നാട്ടിൽ പഞ്ഞം പിടിച്ച് മനുഷ്യർ മരിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ വിതരണത്തിലെ അസമത്വം, വാസ്തവത്തിൽ ആ വീഴ്ചയാണ്. വിതരണത്തിലെ വീഴ്ച എന്ന് പറയുമ്പോൾ എനിക്കുണ്ട്, അപരനില്ല, അപരൻ്റെ ഇല്ലായ്മയെ ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അവനില്ലെങ്കിൽ എനിക്കെന്ത്? ഇതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ചിന്തിക്കുന്ന ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും, എനിക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും ശമ്പളം കിട്ടും, ഞാൻ പിന്നെ എന്തിനാ അവന് കഞ്ഞി കുടിച്ചോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത്. ഒരു നിസ്സംഗത. ആത്യന്തികമായി മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഒരു കരുണയുടെ അഭാവമാണ് ഈ ദാരിദ്ര്യം ജനിപ്പിക്കുന്നത്. അല്ലാതെ നാട്ടിൽ തീർച്ചയായും കൃഷിയിടങ്ങൾ കുറയുന്നുണ്ട്. കൃഷിയിടങ്ങൾ കുറയുമ്പോൾ പണ്ട് 10 ഏക്കറിൽ കൃഷി ചെയ്തിരുന്ന അത്രയും വിളവ് ഇന്ന് അര ഏക്കറിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സാങ്കേതിക വിദ്യയും വിത്തിൻ്റെ ക്ഷമതയും ഒക്കെ അത്രയും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യോൽപാദനത്തെക്കാൾ ഉപരി ഇന്ന് ദാരിദ്ര്യം മാറ്റാൻ ഊന്നൽ കൊടുക്കേണ്ടത് ഈ കാരുണ്യത്തിൻ്റെ മുഖമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നത് വളരെ ശരിയായ വസ്തുതയാണ്. പാപ്പ പറഞ്ഞ ആ ഒരു കാരുണ്യത്തിൻ്റെ ആശയം ലോകം സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. ഒത്തിരിയേറെ മേഖലകളിൽ കാരുണ്യത്തിൻ്റെ വളരെ ഭാവാത്മകമായ മാറ്റങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം പാപ്പ പറയുന്നത് അപരനോട് ഉള്ള കരുതൽ, അവനും നിന്നെപ്പോലെ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ്, അവനും ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ വീണ്ടും രക്ഷിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് നിനക്കുള്ളത്ര വിലയും മഹത്വവും അവനുമുണ്ട് എന്ന ചിന്തയാണ് ആത്യന്തികമായി കാരുണ്യമായിട്ട് രൂപാന്തരപ്പെടുക. അതുകൊണ്ട് ഈ സാമ്പത്തിക വിതരണം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അതൊരു എക്കണോമിക്സിൻ്റെ വിഷയമല്ല, അതൊരു ആധ്യാത്മികതയുടെ വിഷയം തന്നെയാണ് എന്നാണ് മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത്. അത് വളരെ ശരിയായൊരു ചിന്താരീതിയാണ്. മാർപ്പാപ്പായുടെ ഈ ആഹ്വാനം സഭയ്ക്ക് പുറത്ത് ലോകത്താകമാനം ഒരു സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടോ? ഒരു മാറ്റത്തിൻ്റെ? തീർച്ചയായും ഈ പ്രകാരം ഒരു ചിന്ത സാമ്പത്തിക വിതരണ രംഗത്ത് ഈ മനുഷ്യമുഖം, കാരുണ്യത്തിൻ്റെ മുഖം, അപ്രകാരമുള്ള ചിന്ത ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ലോകം കണ്ട വലിയ ഇക്കണോമിസ്റ്റുകളിലൊന്നായ നമ്മുടെ ഭാരതീയനായ അമർത്യാസൻ അടുത്ത കാലത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ഇതേ പാപ്പായുടെ അതേ ആശയത്തിലാണ് പറഞ്ഞത്. ഭക്ഷണം ഇല്ലായ്മയല്ല, അപരൻ എന്നെപ്പോലെ അർഹതയുള്ളവനാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു സാഹോദര്യം, കൂട്ടായ്മ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മനുഷ്യത്വം മറന്ന ജീവിത ശൈലിയാണ് ദാരിദ്ര്യത്തെ ജനിപ്പിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ വാസ്തവത്തിൽ ഇതിന് സമാനമായൊരു തിരിച്ചറിവാണ്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന തീർച്ചയായും ചില ഫണ്ടമെൻ്റൽ ആശയങ്ങൾ അവിടെ ശക്തിപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു പക്ഷം ഉയർത്തുന്ന ഈ സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഷുറൻസ് സംവിധാനം പാവപ്പെട്ടവനെയും പരിഗണിക്കേണ്ടതുണ്ട്. ക്യാപിറ്റലിസ്റ്റ് അഥവാ മുതലാളിത്ത രാജ്യങ്ങളിൽ സമ്പത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അതേസമയം ഈ മാർപ്പാപ്പായുടെ ചില നീക്കങ്ങൾ ആത്യന്തികമായി പാവപ്പെട്ടവനോട് പരിഗണന കാണിക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ വാതിൽക്കൽ കിടന്നതാണ് ക്യൂബ. അവിടെ പഞ്ഞം കിടക്കുന്ന മനുഷ്യർ, ഇവിടെ ധാരാളിത്തം. മാർപ്പാപ്പ പറയുന്നത് തന്നെയാണ് അതിന് മധ്യസ്ഥം വഹിച്ചത്, അവരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സൗഹൃദത്തിൽ കൊണ്ടുവരാൻ.
വാസ്തവത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ തന്നെ പാപ്പായുടെ ഈ ഒരു കാരുണ്യം എന്ന് പറയുന്ന ആശയത്തിന് അതിനൊരു സാമ്പത്തിക മാനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഒരു രാജ്യ സൗഹൃദത്തിൻ്റെ ഡിപ്ലോമാറ്റിക് മാനം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചാക്കോ സാറ് അധ്യാപകൻ എന്ന നിലയ്ക്കും പല സ്ഥലത്തും ക്ലാസ് എടുക്കാനും മറ്റൊക്കെ പോകുന്ന ആളെന്ന നിലയ്ക്ക് നേരിട്ട് ഈ ദാരിദ്ര്യത്തിൻ്റെ വ്യാപ്തി കുറേയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും. സാറിൻ്റെ ഒരു വീക്ഷണത്തിൽ നമ്മുടെയൊക്കെ നാട്ടിൽ എന്തുമാത്രം ഈ ഭക്ഷണത്തിനുള്ള ബുദ്ധിമുട്ട് പോലും അനുഭവിക്കുന്നുണ്ട്. ഇപ്പം കോളേജിലൊക്കെ പോലും ഉച്ചഭക്ഷണം പോലും കഴിക്കാത്ത പട്ടിണി ഇരിക്കേണ്ട കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും. നമ്മൾ ഭൗതികമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ എല്ലാം നല്ലതെന്ന് പറയുന്ന വിധത്തിൽ അങ്ങ് സമൂഹം നീങ്ങുകയാണ്. പക്ഷേ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ഈ ദാരിദ്ര്യവും ഈ പറയുന്ന വിഷമതകളും അനുഭവിക്കുന്ന സമൂഹം ഇത് പങ്കുവയ്ക്കപ്പെടാതെ അല്ലെങ്കിൽ സമൂഹത്തിന് ഇത് കണ്ടെത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പൊതുവിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്, അല്ലെ എല്ലാവരുടെയും കയ്യിൽ നോക്കുമ്പോൾ അത്യാവശ്യത്തിന് വസ്ത്രമുണ്ട്, ബൈക്കുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ച് പോകുന്നൊരു സമൂഹം. ജീവിക്കാൻ രണ്ടറ്റവും എത്തിക്കാൻ വിഷമിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഭക്ഷണക്കാര്യത്തെ പ്രത്യേകിച്ചും. അപ്പോൾ ഈ കാരുണ്യത്തിൻ്റെ ഒരു മുഖം മാർപ്പാപ്പ പറഞ്ഞ് എനിക്ക് തോന്നുന്ന ഒരു വിശ്വമാനവികതയിലേക്ക് ഉയർത്തുന്നുണ്ട് ഇതിനെ. ഒരു വശത്ത് ദരിദ്രർ നമ്മുടെ ചുറ്റും കഴിയുമ്പോൾ ചിലർക്ക് വിശപ്പില്ലാഞ്ഞിട്ട്, ചിലർക്ക് വിശക്കുന്നതിന് അന്നം കിട്ടാഞ്ഞിട്ട് ഈ ഒരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. നമ്മളതിനെ തേച്ചു മായ്ച്ച് കളയാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ പോഷകാംശമില്ലാതെ അല്ലെങ്കിൽ നല്ല ആഹാരം കിട്ടാതെ വിഷമിക്കുന്ന ട്രൈബൽസ് അടക്കമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഗോഡൗണിൽ ആഹാരം പുഴുവെടുത്ത് പോകുന്ന സാഹചര്യങ്ങൾ. ഇതിനെ നോക്കിക്കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എന്നെ ഇത് ബാധിക്കാത്തത് കൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല, എനിക്കിതൊന്നും വിഷയമല്ല എന്നൊരു ഒരു സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ ഒതുങ്ങുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിപ്പോൾ അധികം പുറത്തു വരുന്നില്ല. പുറത്തു വരാനായിട്ട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പോലുള്ള സംവിധാനങ്ങൾ പോലും ഇതിൽ അവർക്ക് വലിയ താല്പര്യം ഞാൻ കണ്ടിട്ടില്ല. മറ്റെന്തെങ്കിലും ചെറിയ വിഷയങ്ങളോ അല്ലെ പീഡന കേസുകളോ ഒക്കെ ആണെങ്കിൽ വളരെ കാര്യമായിട്ട് മാധ്യമങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. പക്ഷേ മനുഷ്യൻ്റെ ദാരിദ്ര്യ ദുഃഖം, അവന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ, അവന് ഭക്ഷണം 3 നേരം നല്ല ആഹാരം കിട്ടാത്ത സാഹചര്യങ്ങൾ, അത് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ഉച്ചക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ചാവറയച്ചൻ്റെ മനോഹരമായ ആശയം ഇന്ന് ഉച്ചക്കഞ്ഞി രൂപത്തിൽ നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുമ്പോഴും നമ്മൾ എത്ര കുട്ടികൾ സ്കൂളിൽ വരാത്തവർ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ കുറവായിരിക്കും, പക്ഷേ വെളിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആ ഉച്ചക്കഞ്ഞി ഒക്കെ നമ്മൾ ഒരു സ്വപ്നം സഭയിൽ നിന്ന് ആവിഷ്കരിച്ചതാണെങ്കിൽ ഒരു സ്വപ്നം കുറേയൊക്കെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിലും ആദിവാസി സമൂഹങ്ങളിലും ഗോത്ര സംസ്കാരങ്ങളിലും ഒക്കെ ഇന്നും ഈ പറയുന്ന പട്ടിണിയും പരിവട്ടവും അനുഭവിക്കുന്ന ചുറ്റുപാടുമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ ഇപ്പം പണ്ടത്തെ അത്രയും ഒരുപക്ഷെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം, ഇൻറ്റൻസിറ്റി കാണിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും താഴെ തട്ടിൽ ഒരു 10-20% ആളുകൾ ഇത്തരത്തിൽ 3 നേരം ആഹാരം കഴിക്കാത്തവരുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എനിക്കൊരിക്കൽ വന്നൊരു SMS-ൻ്റെ കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കുക. അതൊരു മെസ്സേജ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാണ്: ചില മനുഷ്യർ തിന്നത് ദഹിക്കാൻ വേണ്ടി നടക്കുന്നു, മറ്റു ചില മനുഷ്യർ ഭക്ഷണത്തിനുള്ള വഴി തേടാൻ വേണ്ടി അലഞ്ഞു നടക്കുന്നു. ഇതാണിപ്പോൾ നിങ്ങൾ രണ്ടുപേരും പങ്കുവച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം. നമുക്ക് എങ്ങനെ ഈ ഭക്ഷണമില്ലാത്തവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സഭയ്ക്ക് അല്ലെ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ രണ്ടുപേരും പങ്കുവച്ചാൽ നല്ലതായിരിക്കും. ഭക്ഷണമില്ലായ്മ എന്നുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ഒന്നാമതായിട്ട് അനാവശ്യമായി ഭക്ഷണം ഉപയോഗിക്കുന്ന, ഭക്ഷണം നശിപ്പിച്ച് കളയുന്ന ആ പ്രവണതകൾക്ക് നിയന്ത്രണം വരുത്താൻ വ്യക്തിപരമായ മുന്നേറ്റങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് തന്നെ അറിയാം, അനാവശ്യമായി ഒരുപാട് മനുഷ്യൻ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്ന. ഇപ്പോൾ ഒരു കല്യാണ സദ്യ കഴിയുമ്പോൾ എത്രയോ പേർക്ക് കഴിക്കാനുള്ളതായിരിക്കും ചുമ്മാ കൊണ്ടുപോയി കുഴിച്ചു മൂടിക്കളയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓരോ വീടുകളിലും ഇപ്പം പിള്ളേർക്ക് ഭക്ഷണം വെറുതെ എടുത്ത് നശിപ്പിച്ച് കളയുന്നുണ്ട്. പണ്ടൊക്കെ കാരണവന്മാരാണെങ്കിൽ 1 മണി ചോറ് പോലും നിലത്ത് കളഞ്ഞാൽ വഴക്ക് പറയുന്ന, ശിക്ഷിക്കുന്ന നല്ല ഒരു ശിക്ഷണ രീതി വീടുകളിലുണ്ടായിരുന്നു. ഇന്ന് 1 കലം ചോറ് വെച്ചുകൊണ്ട് കമത്തി കളഞ്ഞാലും അതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് യാതൊരു വിലയില്ല. ഭക്ഷണം ദൈവത്തിൻ്റെ ഒരു രൂപമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു. നമുക്ക് തന്നെ അറിയാം, ഈശോ മിശിഹ ഭക്ഷ്യരൂപത്തിൽ പരിശുദ്ധ കുർബാനയായി വന്നവനാണ്. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഒരു ദൈവീക മാനം അത് നഷ്ടപ്പെടുത്തിട്ട് പോയി എന്നുള്ളത്
ഈ ഒരു ദാരിദ്ര്യത്തെ നേരിടുന്നതിൽ നാം വീണ്ടെടുക്കേണ്ട ഒരു അടിസ്ഥാന പാഠമാണ് ആവശ്യത്തിനുള്ളത് ഭക്ഷിക്കുക, ആവശ്യത്തിനുള്ളത് മാത്രം വിളമ്പിയെടുക്കുക, ആവശ്യത്തിനുള്ളത് മാത്രം ഒരു വീട്ടിൽ കുക്ക് ചെയ്യുക. ഇങ്ങനെ അനാവശ്യമായി കുക്ക് ചെയ്ത് മിച്ചമുള്ളത് ഫ്രീസറിൽ കുറേ നാൾ സൂക്ഷിച്ച് ഫ്രീസർ മുകളിലുള്ള മറ്റു ദുരന്തം ഉണ്ടാക്കി അതിനുശേഷം അതുകൊണ്ട് വേസ്റ്റാക്കിയും കളയുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ മിക്ക വീടുകളിൽ നിലനിൽക്കുക. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഒരു ആധ്യാത്മികത അത് വീണ്ടെടുക്കുക, ഭക്ഷണത്തിന് ഒരു ആത്മീയ മാനമുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ്, ഒരു മണി ചോറ് പോലും പാഴാക്കി കളയാത്ത ആ ആധ്യാത്മികത വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടിയുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുക. സാറേ, അച്ഛൻ പറഞ്ഞത് ഒരുപാട് ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അത് വ്യക്തികളും കുടുംബങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ശ്രമിച്ചാൽ കുറേ കൂടി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. സാറും അതിനെ ശരിവെക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ അതിനൊപ്പം ഈ ഭക്ഷണം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേറെ എന്തെല്ലാം പ്രായോഗികമായിട്ട് നമ്മുടെ സാധാരണ ആളുകൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്? ഇപ്പോൾ വിവാഹം അല്ലെങ്കിൽ അതുപോലുള്ള ആഘോഷാവസരങ്ങൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു ദൂർത്തിൻ്റെ മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. ഒരു പ്ലേറ്റിന് 800 രൂപ, 1000 രൂപ, 1200 രൂപ വരെ കൊടുക്കുന്ന ഭക്ഷണം അച്ഛൻ സൂചിപ്പിച്ചതല്ല, അതിൻ്റെ വലിയ ഭാഗവും ഇത് സദ്യ കഴിയുമ്പോൾ ബാക്കി വേസ്റ്റായി കുഴിച്ചു മൂടുന്ന അവസ്ഥ. അതൊരു വശത്ത് വാങ്ങുന്നവർ തന്നെ പകുതി കളയുന്നുണ്ട്. പിന്നെ ലക്ഷറിയസ് ഫുഡ്, ന്യൂട്രീഷ്യസ് അല്ല, ആരോഗ്യത്തിൻ്റെ ആ മാനം നോക്കിയല്ല ഭക്ഷണം കഴിക്കുന്നത്, മറിച്ച് വായുടെ അല്പം മാത്രം നീളമുള്ള നാവിൻ്റെ രുചി നോക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. കുടുംബസഹിതം പോയി ഹോട്ടലുകളിലൊക്കെ ആണെങ്കിലും വളരെ ലക്ഷൂറിയസ് ഫുഡ്, വീട്ടിലാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ആർഭാട ഭക്ഷണം നമ്മൾ അത് ഒരു പരിധി വരെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അത്യാവശ്യം സാഹചര്യങ്ങളിൽ എന്നുള്ളതിനേക്ക്. ഇപ്പോൾ ഒരാഴ്ചയിൽ പലപ്പോഴും കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം അത് ബേക്കറിയിലൂടെയാണെങ്കിലും മറ്റ് രീതിയിലാണെങ്കിലും കുടുംബങ്ങളിൽ എത്തിച്ചിട്ട് ഒരു പരിധി വരെ അത് അവരുടെ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകുന്നു, അതോടൊപ്പം സമൂഹത്തിൽ ദൂരത്തിന് കാരണമാകുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരവും ഒരു ഭക്ഷണത്തിൻ്റെ ബോധവൽക്കരണ സമ്പ്രദായവും നമുക്ക് ആവശ്യമുണ്ട്. അത് സ്കൂൾ തലത്തിൽ തുടങ്ങിയാണെങ്കിലും സൺഡേ സ്കൂളുകളിലൂടെയാണെങ്കിലും കോളേജുകളിലൊക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള ബോധവൽക്കരണ കുട്ടികൾ കുറവുണ്ട്. പച്ചനീ പറയുന്ന പോലെ വേസ്റ്റാക്കുന്നത് വരുന്നതിൻ്റെ കാരണം ഈ തലമുറ പ്രത്യേകിച്ചും അതാണ്. പണ്ടത്തെ തലമുറയ്ക്ക് അത് അറിയാമായിരുന്നു, ഇത് വിലപ്പെട്ടതാണ്, ഇത് അധ്വാനത്തിൻ്റെ ഓരോ തുള്ളിയുടെയും മഹത്വമാണ് എന്നുള്ളത്. ഇന്നത്തെ തലമുറ ഒരുപക്ഷെ അതിനേക്കാൾ സമൃദ്ധിയിൽ ജീവിക്കുമ്പം അവർക്കത് വിലയുള്ളതായിട്ട് തോന്നുന്നില്ല, നഷ്ടപ്പെടുന്നത് ഒരു പ്രശ്നമായിട്ടും തോന്നുന്നില്ല. അപ്പം അത് എങ്ങനെ നമ്മുടെ യുവതലമുറയെ ചെറുപ്പക്കാരെയൊക്കെ ഈ കാര്യം കൂടുതൽ ബോധവൽക്കരിക്കാൻ സാധിക്കും? ഭക്ഷണം വിലപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്തരുതെന്ന സന്ദേശം എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇപ്പോൾ ഞാൻ അതിനോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പലപ്പോഴും ഉപവാസത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഉപവാസത്തിന് ഉള്ള ഒരു വരുമാനം നമ്മൾ നീക്കി വെച്ചിട്ട് അത് മറ്റുള്ളവർക്ക് അന്നം കൊടുക്കാനുള്ളൊരു സമ്പ്രദായത്തിലേക്ക് മാറ്റി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരണം. കേവലം ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് കടന്ന് അത് അപരന് ഒരു ആഹാരമായി മാറത്തക്ക വിധത്തിലേക്കുള്ള ഒരു ഉപവാസത്തിലേക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം തന്നെ യുവജനങ്ങളിലൊക്കെ സർക്കാർ തലത്തിലാണെങ്കിലും സഭാ സംവിധാനങ്ങളുടെ ഭാഗമാണെങ്കിലും സ്കൂൾ തലത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു ഭക്ഷണ സംസ്കൃതി നമ്മളൊരു അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. പാഠ്യഭാഗങ്ങളുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ പെടുത്താം, അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സന്ദർശിക്കാം, കുട്ടികളുമായിട്ട് സന്ദർശിക്കാം. ആഹാരമില്ലാതെ വിഷമിക്കുന്ന പാവപ്പെട്ട ആളുകൾ കഴിയുന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ട് അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാം. അത് കുട്ടികളിൽ തീർച്ചയായിട്ടും ഒരു കാഴ്ച. അപ്പം ഞാൻ മദർ തെരേസയുടെ അനുഭവത്തിൽ ഒരു സംഭവം വായിച്ചപ്പോൾ അവരുടെ കൊച്ചുനാളിൽ അപ്പം മരിച്ചുപോയി, അമ്മ വളരെ ചെറുപ്പക്കാരിയായ സ്ത്രീയായിരുന്നു. പക്ഷേ മദർ തെരേസയുടെ അമ്മ എന്നും ഒരു പൊതിയുമായിട്ട് 2-3 മണിക്കൂർ സമയം വീട്ടിലേക്ക് പോകുന്നത് ആഗ്നസ് എന്ന് ചെറുപ്പത്തിൽ വിളിച്ചിരുന്ന ഈ കുട്ടി കാണുകയാണ്. അമ്മ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ആശങ്ക. ആ ആശങ്ക കുട്ടിക്കുണ്ടായി. കുട്ടി ഒരു ദിവസം അമ്മയെ അനുധാവനം ചെയ്ത് അമ്മയെ അറിയാതെ പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് വാതിൽ തുറന്ന് അമ്മ ഉള്ളിൽ കിടന്നു. കുഞ്ഞ് ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്നത് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന് ഈ പൊതി തുറന്ന് ആഹാരം കൊടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പോരുന്ന അമ്മയാണ്. അത് അവരുടെ ജീവിതത്തിൽ ലോകത്തിൽ ആഹാരമില്ലാത്തവൻ ആഹാരം കൊടുക്കണമെന്നൊരു ഒരവസ്ഥയിലേക്ക് ഉയർത്താൻ കാരണമായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ കുടുംബത്തിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇതുപോലുള്ള വ്യക്തികളിൽ നിന്നും ലഭിക്കുമ്പോഴാണ് അവരതിലേക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഭക്ഷണം വേസ്റ്റാക്കുന്നത് കുറയ്ക്കുക ഒരു വശം, അതേസമയം ഈ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ സഭയ്ക്ക്, വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ. ഇപ്പോൾ ഈ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലോ അവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ ഔദാര്യം, ഒരു മോശമായ
കാഴ്ചപ്പാടാണ്. ഞാൻ കഴിച്ചതിൻ്റെ മിച്ചം വേസ്റ്റൊന്നും അല്ല കൊടുക്കുന്നത് എങ്കിൽ പോലും ആ ഒരു മനോഭാവം തെറ്റായ മനോഭാവം. മറിച്ച് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ആദ്യം അവിടെ വിളമ്പിയിട്ട് ബാക്കി ഞങ്ങൾ കഴിക്കാം എന്ന് തീരുമാനിക്കുമ്പോഴാണ് അത് ശരിയായൊരു കാരുണ്യ പ്രവൃത്തിയാകുന്നത്. ഞങ്ങളെല്ലാവരും കഴിച്ചു എന്നാൽ കുറേ ഒരു കൊല്ലം മിച്ചം ഉണ്ടെന്നാൽ അവർക്ക് കൊണ്ട് കൊടുത്തേക്കാം എന്ന രീതിയിൽ പല ജീവകാരുണ്യങ്ങളും കാരുണ്യമില്ല അവിടെ. അത് കുഴിച്ചുമൂടണ്ട എന്നുള്ള ചിന്ത മാത്രം. അത് ഒരു വേസ്റ്റ് ബോക്സ് പോലെ പാവങ്ങളെ കരുതുന്ന ആ ഒരു രീതിക്കാണ് അടിസ്ഥാനപരമായി മാറ്റം വരേണ്ടത്. നമ്മുടെ വീട്ടിൽ ഏത് ആഘോഷം നടത്തിയാലും ഇപ്പം മാമോദീസയാകട്ടെ, ആദ്യ കുർബാനയാകട്ടെ, കല്യാണം, ഒത്തുകല്യാണം ഏതാണെങ്കിലും പട്ടത്തിന്, തിരുപ്പട്ടത്തിന്, സന്യാസവ്രത സ്വീകരണം, ഏത് ജൂബിലി ആഘോഷങ്ങൾ, ഇതിനിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ നാട്ടിലെ ദാരിദ്ര്യത്തിന് ഒരു നല്ല അളവ്. എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുണ്ട്. അത് ഭക്ഷണം കഴിക്കാനില്ലാത്ത ചുറ്റുവട്ടത്തെ ബുദ്ധിമുട്ടുന്നവരുമായിട്ട്, അത് ഒരു ഓർഫനേജ് ആകാം, അതല്ല എങ്കിൽ വൃദ്ധമന്ദിരങ്ങളാകാം, അതല്ലെങ്കിൽ അയൽവക്കത്തെ വീടുകളാകാം, കഷ്ടതയിൽ കഴിയുന്നവരാകാം, അവരെ പരിഗണിക്കുന്ന, അതിപ്പം ഒരു നേരത്തെ ഭക്ഷണമാക്കണമെന്നില്ല, അയൽവക്കത്തെ ഒരു വീട്ടിൽ ഒരു 2 ചാക്ക് അരി മേടിച്ച് കൊടുക്കുക. അത് ഈ ഓർഫനേജിലോ ഏതെങ്കിലും ഒരു സാങ്കേതിക സ്ഥാപനത്തിലോ മാത്രം എത്തിക്കണമെന്നില്ല. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ നിരന്തരമുള്ള ദാരിദ്ര്യത്തോട് വളരെ കറക്റ്റാണ്. കാരണം സ്ഥാപനങ്ങൾക്ക് എങ്ങനെ നടന്നു പോകും. അതെ അതെ. പക്ഷേ ദാരിദ്ര്യം പിടിച്ച വീടുകൾക്കാണ് എവിടെയൊന്നും ഒരു വഴിയില്ലാത്തത്. അവർക്ക് ദാനം ചോദിക്കാൻ പറ്റിയാലും ചോദിച്ചാലും കൊടുക്കത്തില്ല, ആരും കൊണ്ടു കൊടുക്കാനുമില്ല. ശരിയല്ലേ? അതിപ്പോൾ ചിലപ്പോൾ ഒരു മറുവാദഗതി പറയാവുന്നത്, 1 രൂപയ്ക്കല്ലേ സൗജന്യമായിട്ട് റേഷൻ കിട്ടുന്നു, പിന്നെ ആർക്കാണ് പഞ്ഞം എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം വരാം. ഇപ്പോൾ കേരളത്തിലെ, തമിഴ്നാട്ടിലൊക്കെ എടുത്താൽ സർക്കാർ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അരിക്ക് പഞ്ഞമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് മേടിക്കുന്നില്ല എന്നുള്ള വാദഗതി ചിലപ്പോൾ സമൂഹം ഉയർത്തും. നമുക്ക് വാസ്തവത്തിൽ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാൽ വളരെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് BPL കുടുംബങ്ങളല്ല. ഇവിടെ അവർ ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ടാണെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതേസമയം ഞാനൊരു ഇടവപ്പട്ടക്കാരനായതുകൊണ്ട് എനിക്കറിയാം, നമ്മുടെയൊക്കെ ഇടവകളിലുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബം, ഇടത്തര കുടുംബങ്ങളുണ്ട്. അവർക്ക് മറ്റ് ജോലികൾ, കൂലിപ്പണിക്ക് അവർക്ക് പോകാൻ അവരുടെ നിലവാരം അനുവദിക്കുന്നില്ല. കൃഷിയിൽ നിന്ന് യാതൊരു വരുമാനവും ഇല്ലാത്ത സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നു. ആരോടും ചെന്ന് ഇരക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുന്ന ഏറ്റവും അധികം ബുദ്ധിമുട്ട് അവർക്ക് ഈ BPL കാർഡിന് 1 രൂപ അരി കിട്ടുകയോ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇന്ന് നമ്മൾ ഒരു കാലത്ത് മധ്യവർഗം എന്ന് വിചാരിച്ചിരുന്ന അവരാണിന്ന് ദാരിദ്ര്യത്തിൻ്റെ അങ്ങേത്തലയ്ക്ക് എത്തി നിൽക്കുന്നതെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നും വളരെ പ്രസക്തിയുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ദരിദ്ര രാജ്യങ്ങളിലോ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മാത്രമുള്ള ഒരു സ്ഥിതിവിശേഷമല്ല. അത് സൂചിപ്പിച്ച പോലെ അമേരിക്ക പോലുള്ള സമ്പന്ന രാജ്യങ്ങൾ തുടങ്ങി നമ്മുടെ കേരളത്തിൽ വരെ കാണപ്പെടുന്ന ഒരു വലിയ സത്യമാണ്. നമുക്ക് പല വിധത്തിൽ ഇത്തരം ആളുകളെ സഹായിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഭക്ഷണം വെറുതെ കളയാതിരുന്നു കൊണ്ട്, ദരിദ്രർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട്, അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ എന്നീ സ്ഥലങ്ങളിൽ ഭക്ഷണം എപ്പോഴെങ്കിലുമൊക്കെ നൽകാൻ ശ്രമിച്ചുകൊണ്ട്, ഭക്ഷണം നൽകുന്ന പ്രസ്ഥാനങ്ങളെ സാമ്പത്തികമായ മറ്റു വിധത്തിൽ സഹായിച്ചുകൊണ്ട്, ഭക്ഷ്യവസ്തുക്കൾ വീടുകളിൽ വാങ്ങി ഉപയോഗിക്കാതെ കേടാക്കി കളയുന്നത് അവസാനിപ്പിച്ചുകൊണ്ട്, ഭക്ഷ്യ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ട്, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു ഇച്ചിരി പച്ചക്കറി നട്ട് വളർത്തിക്കൊണ്ടായിരിക്കാം, എന്നാൽ പോലും ഉൽപ്പാദനം കൂടുക. ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് ഈ മേഖലയിൽ നമ്മുടേതായ സംഭാവനകൾ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റനേകർക്ക് ഭക്ഷണം കിട്ടുകയാണ്, വിശപ്പ് മാറുകയാണ്. നമ്മൾ ചെയ്യുന്ന വലിയൊരു കാരുണ്യ പ്രവൃത്തിയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മളുടെ സമൃദ്ധിയിൽ, നമ്മുടെ സുഭിക്ഷതയിൽ ഇല്ലാത്തവരെ പറ്റിയുള്ള ഒരു ചിന്ത, അവരോടുള്ള ഒരു കാരുണ്യം, ആ കാരുണ്യത്തിൽ ഉളവാകുന്ന ചില കാരുണ്യ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും നമ്മളെ പറ്റുന്നത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ സമൃദ്ധിയിൽ നിന്ന്
ഞങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും അവിടെ നിന്ന് മുടക്കമില്ലാതെ ആഹാരം തന്ന് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. അനേക വ്യക്തികൾക്ക് അവരാഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും സാമ്പത്തിക സ്ഥിതിയുമുണ്ട്. തീർച്ചയായിട്ടും അത് അവിടുത്തെ വലിയ അനുഗ്രഹവും ദാനവുമാണ്. ഞങ്ങൾ നന്ദി പറയുന്നു. അതേസമയം കർത്താവേ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, പോഷകാഹാരം കഴിക്കാത്തവർ അനേകർ മറ്റേതെങ്കിലും രാജ്യങ്ങളിലല്ല, ഞങ്ങളുടെ ചുറ്റും, ഞങ്ങളുടെ ഇടവകയിൽ, ഞങ്ങളുടെ അയൽപക്കത്തുണ്ട് എന്ന ഒരു വലിയ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഭക്ഷണം നശിപ്പിച്ച് കളയാതെ സൂക്ഷിക്കുവാനും ഉള്ളതിൽ നിന്ന് ഒരു വീതം ഇല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ട് അവരോട് കരുണ കാണിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അന്ത്യവിധിയുടെ നാളിൽ അവിടുന്ന് വലതുവശത്തുള്ളവരോട് പറഞ്ഞല്ലോ, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. അത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനൊരു കാരണമായി തീർന്നു. ഇടതുവശത്തുള്ളവരോട് അവിടുന്ന് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നില്ല. അത് ശിക്ഷാവിധിക്ക് ഒരു കാരണമായി. കർത്താവ് ഉള്ളതിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ട് വിശക്കുന്നവരെ കൂടുതൽ സഹായിക്കുവാൻ, വിശപ്പ് ശമിപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരെയും കൂടുതൽ മാനസികമായിട്ട് ആത്മീയമായിട്ട് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.